നമ്മുടെ ജുഡീഷ്യൽ സംവിധാനത്തിന് മേൽ പലപ്പോഴും ഈ പറയുന്ന ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങളൊക്കെ വരാറുണ്ട്. ഒരുപാട് ജഡ്ജിമാരുടെ വീടുകളിൽ നിന്ന് പണം പിടിച്ച അവസ്ഥ പോലും ഉണ്ടായി. തീപിടുത്തത്തിനിടയിലാണ് പണം കണ്ടെത്തിയത്. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ഡൽഹിയിലെ റൗസ് അവന്യൂ കോടതിയിൽ അഴിമതി കേസിൽ പെട്ട് വരുന്നവർക്ക് ജാമ്യം കിട്ടാനായിട്ട് ജഡ്ജിക്ക് കൈക്കൂലി കൊടുക്കേണ്ടി വരുന്നു, ക്ലർക്കിന് കൈക്കൂലി കൊടുക്കേണ്ടി വരുന്നു. ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്കല്ലേ ഈ പറയുന്ന നമ്മുടെ ജുഡീഷ്യൽ സംവിധാനം മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതിൽ നിന്നൊരു മോചനം ആവശ്യമല്ലേ? അല്ല, തീർച്ചയായിട്ടും നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ജുഡീഷ്യറിയെക്കുറിച്ച് നമ്മളാരും കേൾക്കാൻ ആഗ്രഹിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്യാത്ത ഒരുപാട് വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്. പല തരത്തിലുള്ള വാർത്തകളാണ് കടന്നു വരുന്നത്. ഇപ്പോൾ ഒരു ജഡ്ജിയുടെ വീട്ടിൽ യാദൃച്ഛികമായിട്ട് തീ പിടിക്കുമ്പോൾ കൃത്യമായി വലിയ കറൻസി നോട്ടുകളുടെ ഒരു വലിയ കൂമ്പാരം അവിടെ ഇരിക്കുന്നു. അത് കൃത്യമായിട്ട് എത്രയുണ്ട് എന്ന് ആരും എണ്ണി തിട്ടപ്പെടുത്തിയിട്ടില്ല. ജഡ്ജി ആയതുകൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നിയമത്തിൽ അവ്യക്തത നിൽക്കുന്നു. ജഡ്ജിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ, ജഡ്ജിയെ അങ്ങനെ ചെയ്യാൻ കഴിയുമോ, ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ? അവസാനം ജഡ്ജിയെ വേറെ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് സ്ഥലം മാറ്റി പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ആ പ്രശ്നമൊന്നും തീർന്നിട്ടില്ല. അത് നമ്മുടെ ജുഡീഷ്യറിക്ക് ഉണ്ടാക്കിയിരിക്കുന്ന കളങ്കം ചെറുതല്ല. കാരണം ഒരു ജഡ്ജിക്ക് ഇത്രയേറെ പണം എങ്ങനെ കിട്ടി എന്നൊരു ചോദ്യത്തിന് ഇപ്പോഴും നമുക്കൊരു ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പോഴാണ് ഇപ്പോൾ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഴിമതി കേസിൽ പിടിക്കപ്പെട്ട് കോടതിയുടെ മുമ്പാകെ എത്തപ്പെടുന്ന പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നതിന് വേണ്ടി വലിയ രീതിയിൽ കൈക്കൂലി കൊടുക്കേണ്ട ഒരവസ്ഥ അവിടെ ഉണ്ട് എന്നുള്ളത് രേഖാമൂലം വന്നു കഴിഞ്ഞു. രേഖാമൂലമാണ് വന്നിരിക്കുന്നത്, അല്ലാണ്ട് വെറുതെ വന്നതല്ല. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവിടുത്തെ ഒരു ജീവനക്കാരൻ, അദ്ദേഹം റെക്കോർഡ് കീപ്പറാണ്, കോടതി രേഖകൾ സൂക്ഷിക്കുന്ന ഒരാളാണ്, ജഡ്ജിയുമായി നിരന്തരം ബന്ധമുള്ള ഒരാളാണ്. അദ്ദേഹമാണ് ഇടനിലക്കാരനായി നിന്നുകൊണ്ട് ഈ തുക കൈപ്പറ്റിയിട്ട് ജാമ്യം കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടാക്കിയെടുത്തത്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിനും ജഡ്ജിക്കും എതിരെ ഗൂഢാലോചന നടത്തി അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറും സംഘവും ഉണ്ടാക്കിയ കഥയാണെന്ന് അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട്. മറുത്തൊരാരോപണം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മുകേഷ് കുമാർ എന്നാണ്. അദ്ദേഹത്തെ സ്ഥലം മാറ്റി, ആ ജഡ്ജിയെയും അവിടെ നിന്ന് സ്ഥലം മാറ്റി. ഇതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഫെബ്രുവരി 14 ഈ ജഡ്ജിക്കും അദ്ദേഹത്തിൻ്റെ ഈ റെക്കോർഡ് കീപ്പർ എന്ന് പറയുന്ന ഈ ഉദ്യോഗസ്ഥനും എതിരെയുള്ള പരാതി ഹൈക്കോടതിയിലെത്തുന്നത്. ഹൈക്കോടതി അത് പരിഗണിച്ചിട്ട് പറഞ്ഞു, ആദ്യം ഇവർക്ക് കൊടുത്തു, ഇത് സെക്രട്ടറിക്ക് കൊടുത്തു, ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഗവൺമെൻറ്റിലെ സെക്രട്ടറിക്ക് പരാതി കൊടുത്തു. ഗവൺമെൻറ് സെക്രട്ടറി അത് ഹൈക്കോടതിക്ക് അയച്ചു കൊടുത്ത് ഹൈക്കോടതി അത് പരിശോധിച്ചിട്ട് പറഞ്ഞതിന് വേണ്ടത്ര തെളിവില്ലാത്തത് കൊണ്ട് അത് തള്ളിക്കളഞ്ഞു. അപ്പോൾ അതോടുകൂടി എന്താ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെക്കോർഡ് കീപ്പർ അടക്കമുള്ളവർക്ക് വളരെ കൂടുതൽ ഊർജം കിട്ടുകയും അവർ വളരെ കൂടുതലായിട്ട് ഇറങ്ങുകയും ചെയ്തു കഴിഞ്ഞപ്പോഴേക്കുമാണ് വീണ്ടും ഇതിനകത്തൊരു പ്രശ്നം വന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു നാറിയ കേസാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഒരു GST ഉദ്യോഗസ്ഥൻ 2021 നിലവിൽ നിലനിൽക്കാത്ത ഒരു കമ്പനി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് GST വെട്ടിപ്പിച്ചിരുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിന് റീഫണ്ട് അനുവദിച്ചു കൊടുത്തു. വലിയൊരു തുക GST കൊടുത്തു. ആ GST പിടിച്ചെടുത്ത് ആ GST കൊടുക്കേണ്ട സർക്കാരിലേക്ക് നിക്ഷിപ്തമാക്കേണ്ടതിന് പകരം ഒരു വ്യാജ കമ്പനിയുടെ പേരിൽ രേഖകൾ ഉണ്ടാക്കിയിട്ട് ഇത് തിരിച്ചു കൊടുപ്പിച്ചു. അപ്പോൾ വലിയ നഷ്ടമാണ് സർക്കാരിന് ഉണ്ടാക്കിയിരിക്കുന്ന ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ GST സമ്പ്രദായത്തിൻ്റെ സാധുതയെ അത് ചോദ്യം ചെയ്യുന്നത് കൂടിയാണ്. ഇത് വന്നപ്പോഴേക്കും അവിടുത്തെ ആൻറ്റി കറപ്ഷൻ ബ്യൂറോ
അഴിമതി വിരുദ്ധ ബ്യൂറോ ഇയാൾക്കെതിരെ അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ കേസ് കൊടുത്തു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30/12/2024 ഇയാൾക്കെതിരെ ഉള്ള നടപടികൾ വന്നിട്ട് കേസ് കൊടുക്കുന്നത്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാമ്യം തേടിയിട്ട് കോടതികളിൽ പോയി. ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കാര്യം. അങ്ങനെ ജാമ്യം തേടി പോയ സമയത്ത് പറഞ്ഞു 85 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ജാമ്യം ഒരാൾക്ക് കിട്ടും, ഇയാൾക്ക് കിട്ടും. അയാളുടെ കൂടെ വേറെ 2 പേരുണ്ട്. അവരാണെങ്കിൽ ഓരോ കോടി രൂപയും കൂടി കൊടുക്കും, ഓരോ കോടി വെച്ച് കൊടുക്കണം. അപ്പോൾ അതായത് മൊത്തത്തിൽ 2,85,00,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽപ്പെട്ട പ്രതികൾക്ക് ജാമ്യം കിട്ടും, അല്ലെങ്കിൽ കിട്ടില്ല. ഇതാണ് പശ്ചാത്തലം. അപ്പോൾ ഇത് നൽകാൻ തീരുമാനിച്ചു അപ്പോൾ ഇത് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ ഉദ്യോഗസ്ഥൻ്റെ ബന്ധു പരാതി കൊടുക്കുകയാണ് ചെയ്തത്. ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കുന്നു, ഇതൊന്നും കാശ് കൊടുക്കാൻ ഞങ്ങൾക്ക് വശമില്ല, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുകയാണ് ചെയ്തത്. കേസല്ല, പരാതി കൊടുത്തു. ആ പരാതിയാണ് ഇതിനകത്തേക്ക് വരുന്നതും ആ പരാതിയുള്ള അന്വേഷണമാണ് ഈ നടക്കുന്നതും. അപ്പോൾ ഇതിൻ്റെ കൂടെ വേറൊരാൾ വന്ന് പറഞ്ഞ്, അദ്ദേഹത്തിൻ്റെ പേര് വിശാൽ കുമാർ. ഈ വിശാൽ കുമാർ ജാമ്യം നേടിയ ആളാണ് കാശ് കൊടുത്തിട്ട്. അപ്പോൾ ഈ വിശാൽ കുമാർ കാശ് കൊടുത്ത് ജാമ്യം നേടിക്കഴിഞ്ഞപ്പോഴേക്കും പുള്ളി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു തൊഴിലായിട്ടെടുത്ത് ഇടനിലക്കാരനായിട്ട് നിന്നിട്ട് മറ്റുള്ളവർക്ക് ജാമ്യം സംഘടിപ്പിച്ച് കൊടുക്കുന്ന ഒരു തൊഴിൽ പുള്ളി കണ്ടെത്തി. അയാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളുടെ കൺഫെഷൻ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ സുഹൃത്തായിട്ടുള്ള ഒരാൾക്ക്, ഒരു സായിനിക്ക്, RS സായിനി, ആ സായിനിക്ക് 85 ലക്ഷം രൂപ മുടക്കി ഒരു ജാമ്യം സംഘടിപ്പിച്ച് കൊടുത്തു എന്നുള്ളത് അയാൾ പറഞ്ഞിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇവർക്കെതിരെയുള്ള പരാതി വരുന്നത് കോടതിയിൽ. ഇവർക്കെതിരെ വ്യാപകമായിട്ട് പരാതി വന്നു. പരാതി വന്നു കഴിഞ്ഞപ്പോഴേക്കും സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവർ ഈ പരാതി എഴുതി ഗവൺമെൻറ്റിന് കൊടുത്തു. കോടതി ആയതുകൊണ്ട് ഗവൺമെൻറ് എന്ത് ചെയ്യും, അത് നേരെ ഹൈക്കോടതിക്ക് കൊടുത്തു. ഹൈക്കോടതി അതിൻ്റെ രീതിയിൽ അന്വേഷിച്ചിട്ട് പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു, തെളിവുകളൊന്നും പോരാന്ന് പറഞ്ഞു. അവർ വീണ്ടും കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കുമാണ് ഈ ഡീറ്റെയിൽസ് മുഴുവൻ കിട്ടുന്നതും. അപ്പോഴേക്ക് ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവർ മുൻകൂർ ജാമ്യം നേടിപ്പോവുകയും ഇവരുടെ മുൻകൂർ ജാമ്യം തള്ളുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ജഡ്ജിയെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇയാളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ആരാ? ക്ലാർക്കിനാണ്. അപ്പോൾ ക്ലാർക്കിന് സസ്പെൻഷൻ വരുന്നു, ജഡ്ജിക്ക് ട്രാൻസ്ഫർ വരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. കോടതിയിലിരിക്കുന്ന ജഡ്ജി കൈക്കൂലി ആരോപണം വന്ന സമയത്ത് അദ്ദേഹത്തെ മറ്റൊരു കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഈ കൈക്കൂലി വാങ്ങിക്കുക എന്നുള്ളത് ജഡ്ജിയുടെ സ്വഭാവമാണെങ്കിൽ അയാൾ അവിടെ ചെന്നാലും കൈക്കൂലി വാങ്ങിക്കുമല്ലോ, ഇത് തുടരുമല്ലോ. ഇല്ലേ, തിരുവിതാംകൂർ മഹാരാജാവ് ഒരു ഭയങ്കര കൈക്കൂലിക്കാരനായ ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സെക്രട്ടേറിയറ്റിൽ. ഇയാളുടെ ഇത് സഹിക്ക വയ്യാതെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മഹാരാജാവ് ഇയാളെ കൊണ്ടേ കടപ്പുറത്തിരുത്തി. എന്നിട്ട് പറഞ്ഞ് തിര എണ്ണിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് അവിടെ നിന്ന് കടപ്പുറത്തിരുന്ന് തിര എണ്ണിക്കഴിഞ്ഞാൽ എന്ത് കിട്ടാനായിട്ടാണ്, ഒരു ഇതുമില്ലല്ലോ എന്ന് കരുതി. പക്ഷേ പുള്ളി അവിടെ നിന്നും കൈക്കൂലി വാങ്ങിച്ചു എന്നാണ് കഥ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കടലിലൂടെ പോകുന്ന വഞ്ചിക്കാരെയൊക്കെ പുള്ളി തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞ്, മഹാരാജാവിൻ്റെ ഉത്തരവ് പ്രകാരം ഞാനിങ്ങനെ ഈ തിര എണ്ണിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ വഞ്ചി കടന്നു പോകുമ്പോൾ എൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് തടസ്സപ്പെടുന്നു എന്നുള്ള കാര്യം ഞാൻ റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി എനിക്ക് കാശ് വേണമെന്ന് പറഞ്ഞ് കൈക്കൂലി വാങ്ങിയെന്നാണ്. അപ്പോൾ കൈക്കൂലി വാങ്ങിക്കുന്നൊരു സ്വഭാവം ഈ ജഡ്ജിക്കുണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല, ഇനിയും തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു ജഡ്ജിയെ ഈ കോടതി എയിൽ നിന്ന് മാറ്റി കോടതി ബിയിലേക്ക് കൊണ്ട് വെച്ച് കഴിഞ്ഞാലും കൈക്കൂലി വാങ്ങിക്കുമല്ലോ. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാവുന്ന അല്ല, കൈക്കൂലി വാങ്ങിക്കാതിരിക്കില്ല. അപ്പോൾ
ജുഡീഷ്യറിയെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ജുഡീഷ്യറി പോവുകയാണ്. വിശേഷിച്ചും ഡൽഹി ജുഡീഷ്യറിയെക്കുറിച്ച് ഇങ്ങനെ ഒരുപാട് ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ നീതി ഡൽഹിയിൽ വളരെ വില കൂടിയ ഒരു വസ്തുവാണ് എന്ന് പൊതുവേ പറയാറുണ്ട്. ഇറ്റ്സ് എ കോസ്റ്റ്ലി സബ്സ്റ്റൻസ് എന്നാണ് പറയണത്. കാരണം ഒന്ന് വലിയ രീതിയിൽ നമ്മൾ കാശ് മുടക്കേണ്ടി വരും. ഒരു ചെറിയ കേസിൽ ജാമ്യം കിട്ടാൻ പോലും 5-10 ലക്ഷം രൂപ ഈ വക്കീലന്മാർ വാങ്ങിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ജുഡീഷ്യറിയെ ബാധിച്ചിരിക്കുന്ന വളരെ ഗുരുതരമായ ഒരു മാറാരോഗമായി ഇത്തരം അഴിമതികൾ മാറുന്നുണ്ടോ എന്നുള്ള കാര്യം സമഗ്രമായൊരു പരിശോധന നടത്താൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. കാരണം നമുക്ക് നിലനിൽക്കുന്ന നമ്മുടെ ജുഡീഷ്യറിയെ കൈയൊഴിയാൻ ഒരു ജനാധിപത്യ സംവിധാനത്തിനും കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.